പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന എല്ലാ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടിയും ഒക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഇന്ന് ഈ കർത്താവായ ദൈവത്തോടൊപ്പവും ദൈവവചനത്തോടൊപ്പവും അല്പസമയം ഈ നല്ല പ്രഭാതത്തിൽ സമയങ്ങൾ ചെലവഴിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കർത്താവ് നൽകുന്ന എല്ലാ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടേതായിരിക്കുന്ന പ്രാർത്ഥനകളിൽ ഒരു കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനകൾ അത് നിശ്ചയമായും വളരെയധികം ഫലമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം വലിയ മറുപടികൾ നൽകി നമ്മയെല്ലാം മാനിച്ച് നടത്താൻ മറുപടി നൽകി അനുഗ്രഹിക്കുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. നമുക്കൊരു വേദഭാഗം വായിച്ച് ചില ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 56 അധ്യായം 8 വാക്യത്തിൽ ദൈവവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിലാക്കി വെക്കണമേ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം, ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുന്നിടത്തോളം ഒക്കെ കണ്ണുനീരിന് വകയുണ്ട്. ദൈവവചനം അങ്ങനെ പറയുന്നു. കണ്ണുനീരില്ലാത്ത, പട്ടിണിയില്ലാത്ത നല്ലൊരു നാടെന്ന് പറയുന്നത് കർത്താവിനോടൊപ്പമുള്ള നിത്യതയുടെ ജീവിതത്തിലാണ്. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ വരാത്തിടത്തോളം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കേണ്ടുന്നവരാണ്. എന്നാൽ ഈ ഭൂമിയിൽ, ഈ ദുഷ്ട ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി കരയുവാനുള്ള വിഷയങ്ങളുണ്ട്, പ്രാർത്ഥിക്കുവാനുള്ള വിഷയങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ കണ്ണുനീരോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒത്തിരി ആവശ്യങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെയധികം ബലപ്പെടുത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും ആണ്. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം മറുപടി നൽകി അനുഗ്രഹിക്കും. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ഹന്ന കരഞ്ഞത്. ഏലി പുരോഹിതന്റെ അടുക്കൽ ശീലോവിൽ ചെന്ന് ഒരു തലമുറയില്ലാതെ ഭാരപ്പെട്ട ഹന്ന വാക്കുകൾ പോലും മറ്റുള്ളവർ തിരിച്ചറിയത്തക്ക നിലകളിൽ ഉച്ചരിക്കുവാൻ കഴിയാത്ത വിധമുള്ള കണ്ണുനീരിന്റെ പ്രാർത്ഥന ചെലവഴിച്ചു. ദൈവം ശമൂവേൽ ബാലനെ നൽകി. ഹന്നായുടെ പ്രാർത്ഥനയെ, ഹന്നായുടെ കണ്ണുനീരിനെ ദൈവം മാനിച്ചു. നല്ലൊരു ശമൂവേൽ ബാലനെ ദൈവം ഹന്നയ്ക്ക് നൽകി. കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ കണ്ണുനീർ തൂകിയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം അതിന് മറുപടി നൽകി നിങ്ങളെ അനുഗ്രഹിക്കും, മറുപടി നൽകി നിങ്ങളെ മാനിക്കും. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചതിനുള്ള മറുപടി ഒരു പക്ഷേ പ്രാർത്ഥിച്ച ഉടനെ തന്നെ കണ്ടില്ലെങ്കിലും, ചില ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഒരിക്കലും അത് മറുപടി ലഭിക്കാതെ പോകുന്നില്ല. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ മറുപടി നൽകി കർത്താവ് മാനിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, കരയാനുള്ള കാരണത്തെ
ദൈവം മാറ്റും. കരയാൻ എല്ലാവർക്കും കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ. ഒരു പക്ഷേ മക്കളെ ഓർത്തോ, അവരുടെ വിദ്യാഭ്യാസങ്ങളെ ഓർത്തോ, അവരുടെ ജോലി ഓർത്തോ, ഒരു പക്ഷേ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവര് അവരുടെ ജോലി കാര്യങ്ങൾ ഓർത്തോ ഒക്കെ, ഒരു വീടിന് വേണ്ടിയോ സ്ഥലത്തിന് വേണ്ടിയോ, മറ്റുള്ളവർ ഉപേക്ഷിച്ച് കളഞ്ഞത് നിമിത്തമോ, മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാത്തത് നിമിത്തമോ, മറ്റുള്ളവരെ സ്നേഹിച്ചത് നിമിത്തം അവർ മനസ്സിലാക്കാതെ വേദനിപ്പിച്ച അനുഭവമോ ഒക്കെ ആയിട്ടുള്ള പലവിധ കണ്ണുനീരിന്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ ആ പ്രാർത്ഥിക്കുവാനുള്ള കാരണം, നിങ്ങളെ കരയിപ്പിക്കുവാനുള്ള കാരണം, ദൈവസന്നിധിയിൽ കണ്ണുനീർ തൂക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനുണ്ടായ ആ കണ്ണുനീരിന്റെ കാരണത്തെ ദൈവം മറുപടി നൽകി മാനിക്കും. ആ കാരണത്തെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ഈ നല്ല പകലിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചതിന് ദൈവത്തിന്റെ മറുപടിക്കായി കാത്തിരിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണുനീർ കൊണ്ട് പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ മറുപടി കൊണ്ട് മാനിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാം. കണ്ണുകളടയ്ക്കാം. ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പറയുന്നു, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്ന് പറഞ്ഞ ആ സങ്കീർത്തന വചനത്തോടൊപ്പം ചേർന്ന് നിന്ന് കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി വെച്ച് അതിന് മറുപടി നൽകുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. കർത്താവേ, അത് ഞങ്ങളുടെ രക്ഷകനായ ദൈവമാണ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവമാണ്. യേശുവേ, അങ്ങയുടെ നാമത്തില് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി നൽകി അവിടുന്ന് മാനിച്ച് അനുഗ്രഹിക്കുന്ന വിശ്വസ്തനായ ദൈവമാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിലും അത്ഭുതകരമായിട്ട് കരയാനുള്ള എല്ലാ കാരണങ്ങളെയും ശ്രദ്ധയോടെ അത് നോട്ട് ചെയ്തു വെച്ച ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം. കരയാനുള്ള കാരണങ്ങളെ പരിഹരിച്ച് മറുപടി നൽകി സന്തോഷത്തിന്റെ സുദിനങ്ങളാക്കി സർവശക്തൻ ഈ ദിവസങ്ങളിൽ മാറ്റിയാട്ടെ. ഈ ഒരു പുതിയ ദിവസം പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് ആരംഭിക്കുവാൻ, വചനധ്യാനത്തോടെ ആരംഭിക്കുവാൻ, അങ്ങയോടുള്ള കൂട്ടായ്മയോടെ ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനും ദൈവകൃപയ്ക്കുമായി സ്തോത്രം. എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ദിവസവും നിന്റെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ടെ. നിത്യജീവന്റെ വെളിച്ചത്തിൽ കർത്താവിന്റെ അനുഗ്രഹത്തിൽ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കരയുവാനുള്ള എല്ലാ കാരണങ്ങളെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം നിങ്ങളുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനകളെ മാനിച്ച് മറുപടി നൽകി അനുഗ്രഹിക്കുന്നവനാണ്. കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.